Hello friends, welcome back to Technique Malayalam. In നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു വിവോന്റെ ഒരു വി സീരീസിലെ അടിപൊളി ഡിവൈസാണ്, ക്യാമറ സെൻട്രിക് ഡിവൈസാണ്. അപ്പോൾ വിവോന്റെ വി സീരീസ് എപ്പോഴും തന്നെ ക്യാമറ സെൻട്രിക് ഡിവൈസസ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ വിവോ V29 സീരീസ് ഉണ്ടായിരുന്നു, വിവോ V27 ഉണ്ടായിരുന്നു, വിവോ V25 ഉണ്ടായിരുന്നു. എല്ലാം തന്നെ അടിപൊളി ക്യാമറ സെറ്റപ്പിലാണ് വന്നത്. അപ്പോൾ വീണ്ടും തന്നെ വിവോന്റെ ഏറ്റവും പുതിയ വി സീരീസ് ഇറക്കിയിരിക്കുകയാണ്, വിവോ V30 സീരീസ്. അതിൽ രണ്ട് ഡിവൈസാണ്, വിവോ V30 Pro, വിവോ V30. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വിവോ V30 Pro ആണ്, പ്രോ വേരിയൻ്റ് ആണ്, ടോപ്പ് എൻഡ് വേരിയൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെ ക്വിക്കായ അൺബോക്സിങ്ങും ഇതിൻ്റെ ക്യാമറ വിശേഷങ്ങളും പറയാം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കോ എഞ്ചിനീയർഡ് വിത്ത് സൈസ്. അപ്പോൾ നമുക്കറിയാം വിവോൻ്റെ ഏറ്റവും മികച്ച ക്യാമറ ഡിവൈസ് എന്ന് പറയാവുന്നത് വിവോ X സീരീസ് ആണ്, കോ എഞ്ചിനീയർഡ് വിത്ത് സൈസ് ആണ്. അപ്പോൾ അതേ ഒരു ക്യാമറ സെറ്റപ്പാണ് വിവോൻ്റെ V30 സീരീസിൽ ഇത്തവണ വന്നിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ അടിപൊളിയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇൻഫാക്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് മോർ ദാൻ വീക്കായി. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വിവോ V30 Pro ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ഡിവൈസിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറയിലോട്ട് വരാം, ഡിസ്പ്ലേയിലോട്ട് വരാം, എല്ലാ കാര്യങ്ങളും പറയാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് വിവോ V30 സീരീസ്. ഇവിടെ കണ്ടില്ലേ, കോ എഞ്ചിനീയർഡ് വിത്ത് സൈസ് നേവിയാണ്. വിവോ V30 Pro ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ബോക്സിനകത്ത് ഡിവൈസാണ്. വിവോ 12GB റാമും 512GB സ്റ്റോറേജുമാണ്. രണ്ട് വേരിയൻറ്റിലാണ് അവൈലബിൾ ആവുന്നത്. ഒരെണ്ണം 8GB റാമും 256GB സ്റ്റോറേജും, പിന്നെ 12GB റാമും 512GB സ്റ്റോറേജുമാണ്. ആൻഡമാൻ ബ്ലൂ എന്നാണ് കളറിൻ്റെ പേര്. സാർ വാല്യൂ കണ്ടില്ലേ, ഹെഡ് സാർ 0.990, ബോഡി സാറ് 0.975 ആണ്. പിന്നെ നെറ്റ്വർക്ക് ബാൻഡ്സ് എല്ലാം തന്നെ സപ്പോർട്ടഡാണ്. ഡ്യുവൽ 5G സിം കാർഡാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ ബോക്സ് ഒന്ന് വേഗം തന്നെ തുറക്കാം. മുകളിൽ ഡിവൈസാണ് വരുന്നത്, ആൻഡമാൻ ബ്ലൂ കളർ. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു കേസാണ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും മാനുവൽ ഇൻഫർമേഷനാണ് വരുന്നത്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ചാർജിങ് അഡാപ്റ്ററാണ്. ഇതൊരു 80W അഡാപ്റ്ററാണ്, കണ്ടില്ലേ, ഒരു 80W അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് വിവോൻ്റെ 80W ഫ്ലാഷ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളും ഒരു സിം ഇജക്റ്റർ പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് വളരെ ക്വിക്കായിട്ട് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഡിവൈസ് നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വിവോ V30 Pro. അപ്പോൾ ഇതിനകത്തൊരു ഗ്ലാസ് ഫിനിഷാണ്. ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടോ, നല്ലൊരു പാറ്റേൺ ആണ്. ഇത് ആൻഡമാൻ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. ഇതൊരു ഡ്യുവൽ സെറ്റപ്പ് കാണാം. ഇതൊരു ഓറ ലൈറ്റിൻ്റെ LED ഫ്ലാഷ് ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, സൈസ് ബ്രാൻഡഡ് കാണാം. അപ്പോൾ നല്ലൊരു ഫിനിഷാണ്, നല്ല അടിപൊളി ഫിനിഷാണ്. അതിനൊപ്പം തന്നെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. ഇവിടെ മുകൾ ഭാഗത്ത് ഒന്നും തന്നെ എഴുതിയിട്ടില്ല, പിന്നെ ഓപ്പണിംഗ് സ്ലോട്ട്സ് ഒന്നുമില്ല. പിന്നെ താഴത്ത് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്, സിം ട്രെയിന്, ഇവിടെ ഓപ്പണിംഗ് സ്ലോട്ട് ഒന്നുമില്ല. ഫ്രണ്ടിൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കേർവ് ഡിസ്പ്ലേ ആണല്ലേ, സൈഡ് കേർവ്ഡ് ആണ്. അതിനൊപ്പം തന്നെ ബാക്ക് പാനലും കേർവ്ഡ് ആണ്. നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ഡെഫിനറ്റ്ലി പറയാം. ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ വെയിറ്റിൻ്റെ കാര്യമാണ്, ജസ്റ്റ് 188 grams 7.45 mm തിക്നെസ്സുമാണ് വരുന്നത്. അപ്പോൾ നല്ല ലൈറ്റ് വെയിറ്റും അതേപോലെ തിൻ ഡിവൈസുമാണ്. അപ്പോൾ വിവോൻ്റെ ഡിവൈസ് എപ്പോഴും തന്നെ വളരെ സ്റ്റൈലിഷ് ലുക്കിംഗ് ആണ്. അപ്പോൾ ഇതിലും ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. ഇനി ഡിവൈസിൻ്റെ ബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേയാണ്. നല്ലൊരു ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേയാണ്, അതിലൊരു സംശയമില്ല. AMOLED ഡിസ്പ്ലേന് പിന്നെ നമുക്ക് കിട്ടുന്നത് 120 Hz റിഫ്രഷ് റേറ്റ്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറഞ്ഞാൽ 2800 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. 6.78 inches ഡിസ്പ്ലേ ആണ്. പിന്നെ നമുക്ക് ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കാം. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്, അതിലൊരു സംശയമില്ല. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ സെറ്റിംഗ്സിൽ ഒന്ന് ജസ്റ്റ് വളരെ ക്വിക്കായിട്ട് ഒന്ന് പോകാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്, അപ്പോൾ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്, സ്ക്രീൻ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കണ്ടില്ലേ. സ്റ്റാൻഡേർഡ്, പ്രോ, ബ്രൈറ്റ് കളേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ കളർ ടെമ്പറേച്ചർ കൊടുക്കാം. അപ്പോൾ കളർ മോഡൊക്കെ ഓപ്ഷൻ ഉണ്ട്. റിഫ്രഷ് റേറ്റ് സ്റ്റാൻഡേർഡ്, പിന്നെ ഹൈ റിഫ്രഷ് റേറ്റ്, അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ഓപ്ഷൻസും കാണാം. അപ്പോൾ ഡിസ്പ്ലേ സെറ്റിംഗ്സും വളരെ നല്ലതായിട്ട്, ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതായിട്ട് തോന്നി. വളരെ ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്, നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയാം. പ്രത്യേകിച്ച് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ വളരെ സ്മൂത്താണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് കംപ്ലയിൻസ് ഒന്നും പറയില്ല. പിന്നെ കേർവ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ തരുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഇനി ഇതിനകത്ത് സോഫ്റ്റ്വെയറിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫൺ ടച്ച് OS ആണ് വരുന്നത്. നമുക്കറിയാം എല്ലാ വിവോ ഡിവൈസിലും വരുന്ന ഫൺ ടച്ച് OS ആണ്. 3.1 GHz 8200 ഡിമെൻസിറ്റി ചിപ്പാണ്. 12GB ഓഫ് റാം ആണ്. 14 ആണ് ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത്. പിന്നെ 512GB ഓഫ് സ്റ്റോറേജ് ആണ് വരുന്നത്. വേറൊരു 8GB റാമും
256 GB സ്റ്റോറേജ് ഉള്ള ഒരു വേരിയൻറ്റും കൂടെ ഉണ്ട്. ഇനി UI എക്സ്പീരിയൻസ് കുഴപ്പമില്ല, ഭയങ്കര ഒരു വാവ് എക്സ്പീരിയൻസ് അല്ല. നമുക്കറിയാലോ വിവോൻ്റെ ഫണ്ടച്ച് OS കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. പ്രത്യേകിച്ച് 14 ഫണ്ടച്ച് OS 14 കുറേയും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. എന്നാൽ പോലും വളരെയധികം റിഫൈൻഡ് അല്ല, എന്നാൽ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ്. അത്യാവശ്യം നല്ല കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്, ഡൈനാമിക് എഫക്ട്സ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, അതേപോലെ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസ്, ഗെയിമിംഗ് ഓപ്ഷൻസ് ഉണ്ട്, ഗെയിം മോഡ് ഉണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് കോൺഫിഗർ ചെയ്യാനുള്ള ഒരുപാട് കസ്റ്റമൈസേഷൻ തീംസ് എല്ലാം തന്നെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഫണ്ടച്ച് OSനെ കുറിച്ച് ഇതാണ് നമുക്ക് പറയാനുള്ള. ആൻഡ്രോയിഡ് 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ Dimensity 8200 ചിപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. Dimensity 8200 എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു ചിപ്പാണ്. എന്നാലും ഈ ഡിവൈസ് പ്രോബ്ലി ഒരു 40,000 രൂപേൻ്റെ അടുത്ത് അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്ന ഡിവൈസാണ്. അപ്പോൾ ആ പ്രൈസ് സെഗ്മെൻറ്റിന് വേണ്ട ഒരു ചിപ്പാണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ഒരു പവർഫുൾ ചിപ്പല്ല. കാരണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ എന്താ പറയുക, സ്നാപ്ഡ്രാഗൺ 8 Gen 2 ചിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത്രയും പവർഫുൾ അല്ല ഡെഫിനറ്റ്ലി Dimensity 8200. എന്നാൽ ഒരു മിഡ് റേഞ്ച് ഡിവൈസ് എന്നുള്ളതിലേക്ക് അത്യാവശ്യം ബേസിക് ടാസ്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യുന്നതാണ് Dimensity 8200. അപ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മുടെ കയ്യിലുള്ള വേരിയൻറ്റിനകത്ത് വരുന്നത് 12 GB ഓഫ് റാം ആണ്. പിന്നെ 8 GB വേരിയൻ്റ് ഉണ്ട്, അപ് ടു 512 GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ കുഴപ്പമില്ല. എന്നാലും പ്രോസസ്സർ വളരെ ഒരു പവർഫുൾ അല്ല എന്ന് നമുക്ക് പറയാം. എന്നാൽ മോശമുള്ളൊരു പ്രോസസ്സറും അല്ല. 4 നാനോമീറ്റർ ചിപ്പാണ് വരുന്നത്. ഇനി ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് 5G ബാൻഡ് സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ 5G ബാൻഡ് ഉണ്ട്. പക്ഷേ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഇതിൽ സിംഗിൾ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും വിലയുള്ള ഒരു ഡിവൈസിൽ സിംഗിൾ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ. അത് ഒരു ഡെഫിനറ്റ്ലി ഒരു പോരായ്മയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സിംഗിൾ സ്പീക്കറിൽ നിന്നുള്ള ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഞാൻ അടുത്തത് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയ ക്യാമറയിലോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ 50 മെഗാ പിക്സൽ OIS ക്യാമറയാണ്. അതിൻ്റെ സെൻസർ എന്ന് പറഞ്ഞാൽ സോണി IMX 920 സെൻസറാണ്. അതിനൊപ്പം തന്നെ സെക്കൻഡറി ക്യാമറ സോണി IMX 816 സെൻസറാണ്. അത് പോർട്രേറ്റിന് ഉപയോഗിക്കുന്നതാണ്, 2x പോർട്രേറ്റ്സിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ. അങ്ങനെ ട്രിപ്പിൾ 50 മെഗാ പിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ഒരു പഞ്ച് ഹോൾ 50 മെഗാ പിക്സലാണ്, f2.0 അപ്പേച്ചറാണ്. റിയർ ക്യാമറ f1.88 അപ്പേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Zeiss ട്യൂൺഡ് ആണ്, കോ എഞ്ചിനീയർ വിത്ത് Zeiss ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ Zeissൻ്റെ നാച്ചുറൽ മോഡും ഉണ്ട്, വിവിഡ് മോഡും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് Zeissൻ്റെ എല്ലാ പോർട്രേറ്റ് മോഡ്സും ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ Zeiss പോർട്രേറ്റ് മോഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ക്യാമറ യുഎൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം 1x 2x അപ് ടു 4x വരെ ഉണ്ട്. ഇവിടെ നമുക്ക് കണ്ടില്ലേ വിവിഡ് ടെക്സ്റ്റേർഡ് Zeiss നാച്ചുറൽ മോഡ്, മാക്രോ മോഡ് ഉണ്ട്. പിന്നെ പോർട്രേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കേട്ടോ. അതുണ്ടല്ലേ Zeiss ബയോട്ടാർ, Zeiss സോണാർ, പ്ലാനാർ എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സെറ്റിങ്സും കാണാം. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നാച്ചുറൽ ഓറ ലൈറ്റ് എന്നുള്ള പോർട്രേറ്റ് കാണാതില്ലേ, ഓറ ലൈറ്റ് എനേബിൾഡ് ആണ്. ഓറ ലൈറ്റ് നമുക്ക് ട്യൂൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സ്റ്റൈൽസ് ആൻഡ് ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ ഓപ്ഷനുണ്ട്, Zeiss ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഈ ക്യാമറയിൽ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ക്യാമറേൻ്റെ ഒരു UI എക്സ്പീരിയൻസ് പറയുക. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ 4K സപ്പോർട്ടഡ് ആണ്, 4K 60 FPS സപ്പോർട്ടഡ് ആണ്. ഈ ഫ്രണ്ട് ക്യാമറ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീണ്ടും തന്നെ 4K 60 FPS വീഡിയോ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറയിൽ സ്റ്റെബിലൈസേഷനും 4K 60 FPS കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഫ്രണ്ട് ആൻഡ് റിയർ ക്യാമറ ബോത്ത് 4K 60 FPS സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു ഓറ ലൈറ്റ് ഉണ്ട്. ഓറ ലൈറ്റ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. അതല്ലേ ഓറ ലൈറ്റ്, എനിക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം ഓറ ലൈറ്റിൻ്റെ കളറ്. അതല്ലേ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഓറ ലൈറ്റ് കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതുണ്ടല്ലേ ഇവിടെ എനിക്ക് കളറ് ട്യൂൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വാമ ടോണ് അല്ലെങ്കിൽ കൂളർ ടോണ് ഇതിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് ഓറ ലൈറ്റിൻ്റെ പ്രത്യേകത. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഓറ ലൈറ്റ്. ഇതാണ് വിവോ V30 പ്രോൻ്റെ പ്രത്യേകത. ഓറ ലൈറ്റിൽ നമുക്ക് പോർട്രേറ്റ്സ് എടുക്കാൻ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വിവോ V30 പ്രോ എന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ് കാണാം. അടിപൊളി ക്യാമറ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കിടുക്കാച്ചി ക്യാമറയാണ് വിവോ V30 പ്രോ. അതിൽ ഒരു സംശയമില്ല. പോർട്രേറ്റ്സ് ആണെങ്കിലും റെഗുലർ ഷോട്ട്സ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ ഇംപ്രസീവാണ്. ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും മാക്രോ മോഡ് ആണെങ്കിലും പ്രോബ്ലി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാലും ഞങ്ങൾ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് പറയാം. എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയാണ്, ഒരു സംശയമില്ലാതെ എടുക്കാവുന്ന ഒരു ക്യാമറയാണ്. പ്രോസസ്സറൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ക്യാമറ സെറ്റപ്പിൽ ഒരു കംപ്ലൈൻറ്റും തന്നെ പറയാനില്ല.
അപ്പോൾ ഈ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഡെഫിനറ്റ്ലി പോസ്റ്റ് ചെയ്യാം. ഇനി ഇതിനകത്ത് വരുന്നത് 5000 mAh ബാറ്ററിയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് 80 watt ചാർജിങ് ആണ്. 80 watt അത്ര ഒരു ഫാസ്റ്റ് അല്ല, എന്നാൽ പോലും അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ്, ഒരു എനിക്ക് തോന്നുന്നു 40-45 മിനിറ്റ്സിലൊക്കെ ചാർജ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 80 watt ചാർജിങ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 5000 mAh ബാറ്ററിയും 80 watt ചാർജിങ്ങും നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുമെന്ന് പറയാം. അപ്പോൾ ഇതാണ് ബാറ്ററിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇതായിരുന്നു വിവോ V30 Proൻ്റെ ഒരു അൺബോക്സിങ്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് നല്ല ഒരു ഡിവൈസാണ് ക്യാമറ വൈസ്. ഇതൊരു പവർഫുൾ ഡിവൈസ് അല്ല, എന്നാൽ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ നല്ലതാണ്, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നല്ലതാണ്, ചാർജിങ്ങിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല, ക്യാമറേൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. എന്നാൽ പ്രോസസ്സർ ഓക്കെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഒരു അടിപൊളി ക്യാമറ ഡിവൈസാണ് വിവോ V30 Pro. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഈ ഡിവൈസ് ഇഷ്ടപ്പെട്ടോ അതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടുതലായി കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു വിവോ V30 Proൻ്റെ അൺബോക്സിംഗ് ആൻഡ് സോൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. എനിക്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.